എംപ്ലോയബിൾ അല്ലാത്ത, സ്കില്ലില്ലാത്ത ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഇന്ത്യയിലുണ്ട്. ഈ പ്രശ്നം യു.ജി.സിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ചില നടപടികൾ എടുത്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു നടപടിയായിരുന്നു അവരുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പഠനത്തിന്റെ കൂടെ തന്നെ ഇന്റേൺഷിപ്പുകൾ നിർബന്ധമാക്കുക എന്നുള്ളത്. തിയററ്റിക്കലി ഇന്റേൺഷിപ്പ് നിർബന്ധമാക്കുന്നത് നല്ല കാര്യം തന്നെ, പക്ഷെ പ്രാക്ടിക്കലി ഇത് നടക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, കമ്പനികൾക്ക് ഈ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ്. ബെനിഫിറ്റ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് നഷ്ടങ്ങളുണ്ട് താരം. ഒന്ന്, ഒരു കുട്ടീനെ പ്രോപ്പറായിട്ട് ഇന്റേൺഷിപ്പിന് വേണ്ടി ട്രെയിൻ ചെയ്യണമെങ്കിൽ അവരുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിന്റെയും അല്ലെങ്കിൽ റിസോഴ്സസിന്റെയും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അവരുടെ ആ സമയമാണ് ഏറ്റവും വലിയ വാല്യൂ ഉള്ള സാധനം. ഓരോ കുട്ടിക്കും ഇന്റേൺഷിപ്പ് കൊടുക്കുന്ന സമയത്ത് ഈ കമ്പനിയുടെ റിസോഴ്സസ് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പറായിട്ട് ഇന്റേണിനെ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു സീനിയർ റിസോഴ്സ് മിനിമം 3 മണിക്കൂർ ആഴ്ചയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ഇന്റേണിനെ പോലും ട്രെയിൻ ചെയ്യണമെങ്കിൽ ഒരു മാസം എത്ര സമയം വേണ്ടി വരും? ഒരു കമ്പനി 5 പേർക്ക് ഇന്റേൺഷിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തെ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ ആ കമ്പനിക്ക് വരുന്ന ഓവർ ഹെഡ് എക്സ്പെൻസ് എത്രയായിരിക്കും? നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കമ്പനികൾക്ക് ഒരു ഇൻസെന്റീവും ഇല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഒരു നിർദ്ദേശം ഫെയിൽ ആവാനാണ് സാധ്യത. ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യാതെ കേരളത്തിന് പുറത്തും വർക്ക് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള IT പ്രൊഫഷണൽസിനെ ഉപയോഗിച്ച് ഒരു വോളണ്ടിയർ കോർ ഉണ്ടാക്കുക. അതായത് ഒരു മാസം 2-3 മണിക്കൂർ ഇതിനായി നീക്കി വെക്കാൻ സന്നദ്ധരായിട്ടുള്ള IT പ്രൊഫഷണൽസിന്റെ ഒരു വോളണ്ടിയർ കോർ ഉണ്ടാക്കുക. ഈ വോളണ്ടിയർ കോറിനെ വെച്ച് കുട്ടികൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രൊജക്ടുകളുടെ കാര്യത്തിലും മറ്റു കാര്യത്തിലും ഗൈഡൻസ് കൊടുക്കുക. ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ അവർക്ക് ഗൈഡൻസ് കൊടുക്കുക. അങ്ങനെ ഇവരെ മെന്റർ ചെയ്ത് പോവുക. കോളേജുകളെ സംബന്ധിച്ച് അവരുടെ അലുമിനി നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഈ കാര്യം പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കമ്പനികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടാത്തൊരു കാര്യം ഉള്ളത് കൊണ്ട് അവിടെ മോണിറ്ററി പ്രശ്നങ്ങളോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. സേവന സന്നദ്ധരായിട്ടുള്ള ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ പോലും യുവജന സംഘടനകളും ആ യുവജന സംഘടനകളിൽ കേഡേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന ടെക്നോളജി പ്രൊഫഷണൽസും ഒക്കെ ഉണ്ട്. നമുക്ക് ഈ യുവജന സംഘടനകളെയും കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സിനെയും IT പ്രൊഫഷണൽസിന്റെ സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള വോളണ്ടിയർ കോർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കേരളത്തിന്റെ സാഹചര്യത്തിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. പക്ഷേ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റേഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ചലഞ്ചസ് ഉണ്ടാവും. എന്നാലും ഈ ഇന്റേൺഷിപ്പ് കൊടുത്ത് എല്ലാവരെയും എംപ്ലോയബിൾ ആക്കുക എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഗതി ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറയാം. നിർദ്ദേശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റിൽ പറയാം.